കേന്ദ്ര ഏജൻസിയായ ഇ.ഡി. അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു വ്യാപകമായ റെയ്ഡ് രാജ്യത്ത് 13 ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മിക്ക സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇ.ഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, അനധികൃത കുടിയേറ്റം, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ രാജ്യത്തെ 4 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപകമായ റെയ്ഡ് നടത്തുകയാണ്. വ്യാഴാഴ്ച രാവിലെ മുതൽ ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഇ.ഡി ഒരേ സമയം പരിശോധന നടത്തിയത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം ഇ.ഡിയുടെ ലക്നൌ സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് 13ഓളം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നതനുസരിച്ച് റോഹിംഗ്യൻ, ബംഗ്ലാദേശി പൗരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറാൻ സഹായിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഘത്തിനെതിരെ ഉത്തർപ്രദേശ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ നിന്നാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് പുറത്തു വന്നതും. ആദ്യം ATS അന്വേഷണം നടത്തി, അതിനുശേഷമാണ് ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോഴാണ് ATS നേരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് കേസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതും. തുടർന്ന് ഇ.ഡി ഇപ്പോൾ രാജ്യത്ത് വ്യാപകമായി ഒരേ സമയം ഒരു പരിശോധന നടത്തുന്നത്. അനധികൃതമായി നുഴഞ്ഞുകയറിയവർ വ്യാജ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിക്കാനും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് താമസ സൗകര്യം, പുനരധിവാസവും ഒരുക്കി അനധികൃതമായി തുടരാൻ സഹായിക്കാനും ഈ ശൃംഖല പ്രവർത്തിച്ചതായി ATS അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഘടനകൾക്ക് വൻതോതിൽ വിദേശ സംഭാവനകൾ ലഭിക്കുന്നതായും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ, മ്യൂൾ അക്കൗണ്ടുകൾ, അതായത് മറ്റൊരാളുടെ പേരിൽ പ്രവർത്തിക്കുന്ന അക്കൗണ്ടുകൾ, കൂടാതെ സങ്കീർണമായ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയുടെ ശൃംഖലയിലൂടെ ഈ പണം കൈമാറി ചെലവഴിക്കുന്നതായും സംശയിക്കപ്പെടുന്നുണ്ട്. സംശയാസ്പദമായ രീതിയിൽ പല തവണയായി കൈമാറുന്നതും പണം നേരിട്ട് പിൻവലിക്കുന്നതും പോലുള്ള രീതികളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ, അതോടൊപ്പം തന്നെ മണി ലോണ്ടറിംഗ് രീതിയിൽ ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണോ ഇത്തരം ഇടപാടുകൾ നടക്കുന്നതെന്ന് ഇ.ഡി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. പണത്തിന്റെ നീക്കങ്ങൾ, അന്വേഷണ വിധേയമായ സംഘടനകളുടെ പങ്ക്, നുഴഞ്ഞുകയറ്റ ശൃംഖലയെ സഹായിക്കുന്ന സാമ്പത്തിക സംവിധാനം എന്നിവയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്നതായിരുന്നു റെയ്ഡിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അന്വേഷണം തുടരുകയാണെന്നും പിടിച്ചെടുത്ത രേഖകളും അതെല്ലാം വിശദമായി തന്നെ പരിശോധിക്കുന്നതോടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഈ അന്വേഷണത്തിൽ, അതായത് 13 ഇടങ്ങളിൽ ഇ.ഡി ഇപ്പോൾ ഒരേ സമയം റെയ്ഡ് നടത്തുന്നുണ്ട്. ആ റെയ്ഡിലെല്ലാം തന്നെ പലതരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ കിട്ടുന്നുണ്ട്, ഡിജിറ്റൽ രേഖകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലാപ്ടോപ്പുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, പെൻഡ്രൈവുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, ചില ക്യാമറകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, കൂടാതെ ചില ഫയലുകളടക്കം, രേഖകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് ഇ.ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് വിദേശത്ത് നിന്നും രാജ്യത്ത് തീവ്രവാദികൾക്ക് സഹായിക്കാൻ വേണ്ടി വലിയ തോതിലുള്ള പണങ്ങൾ രാജ്യത്ത് ഒഴുകി വരുന്നു എന്നുള്ളതാണ് ഇ.ഡി പ്രധാനമായി തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഈ രാജ്യത്തിന്റെ ഇപ്പോൾ ഡൽഹിയും ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ATS പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്ത് പല തവണ, അതായത് നോട്ട് നിരോധനത്തിന് ശേഷം പല രീതിയിൽ NGO-കൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൂന്നുപോലെ മുളച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. ഇവർക്കെല്ലാം വിദേശത്ത് നിന്നടക്കം വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഈ NGO-ക്ക് ലഭിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഫണ്ടുകൾ ഈ NGO-യിലേക്ക് വരുന്നു. ഇത് നേരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന്റെ പ്രവർത്തനങ്ങളിലേക്കായിട്ട് ഈ ഫണ്ട് ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ച് മാസത്തിന് മുമ്പേ ഛത്തീസ്ഗഡിൽ ഒരു മാവോയിസ്റ്റ് മേഖലയിൽ ഒരു കുറച്ച് വികാരിമാർ അല്ലെങ്കിൽ കുറച്ച് പള്ളിയിലച്ചന്മാർ അവിടെ നിന്ന് ATM-ൽ നിന്നും 90 കോടിയോളം രൂപയ്ക്ക് പിൻവലിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെയൊക്കെ അന്വേഷണം ഇപ്പോൾ ഇ.ഡി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ചുവട് പിടിച്ച് ഇതും കൂടെ കണക്ട് ചെയ്യേണ്ടി വരുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമേ ഈ അന്വേഷണം, ഇ.ഡിയുടെ അന്വേഷണത്തിൽ ഇനി എന്നെയും കൂടെ പങ്കുചേരുമോ, അല്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് വിദേശത്തിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനായി ശ്രമിക്കുന്നവർ വലിയ രീതിയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ താമസിക്കുന്ന ഇന്ത്യക്കാർ തന്നെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് പലതരത്തിലുമുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഇ.ഡിക്കും എൻ.ഐ.ക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിദേശത്ത് നിന്നടക്കം ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ അവരൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു. ആ പൈസ നേരെ തീവ്രവാദത്തിലേക്കാണ് അവർ കൊണ്ടെത്തുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇവരൊക്കെ ഏതൊക്കെ സംഘടനയിലേക്കാണ് അല്ലെങ്കിൽ ഇവർ ഏതൊക്കെ NGO-യിലേക്കാണ് ഈ പണം മാറ്റുന്നത് എന്നടക്കമുള്ള ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.